നിനക്ക് ജീവനുണ്ടെങ്കിലേ എനിക്കും ജീവനുണ്ടാവുള്ളൂ. ഞാൻ വീട്ടുകാരോടൊക്കെ കള്ളവ പറഞ്ഞ. അവര് നിന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീയും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. അവിടെ സംഭവിച്ചതൊന്നും പറയണ്ട ശിവാനി. അവിടെ സംഭവിച്ചത് ഇവരെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ടെൻഷൻ അടിക്കും. അതും ഈ സമയത്ത് അച്ഛനും വീട്ടിലില്ലാത്തതാ. വീണ്ടും ഒരുപാട് ടെൻഷനാവും. ആയിക്കോട്ടെ, ഞാൻ പറയില്ല. താങ്ക്സ്. ശരി, നീ പോയിക്കോ. ഫ്രഷ് ആയിട്ട് വാ. തൃശൂൽ, താങ്ക്സ്. എന്തിന്? എന്നെ രക്ഷിച്ചതിന്. ശിവാനി പ്ലീസ്, താങ്ക്സ് ഒക്കെ പറഞ്ഞ വെറുതെ എന്നെ അകറ്റി നിർത്തല്ലേ. അതെന്റെ കർത്തവ്യ. നീ എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ നിന്നെ എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചതാ. എന്നായാലും നീയാണ് എന്റെ ഭാര്യ. ത്രയംബക, 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 ത്രയംബക. ത്രയംബക, ത്രയംബക, ഇവനെന്താ ഇവിടെ കിടക്കുന്നത്? ഇവൻ എന്താ സംഭവിച്ചത്? ഇവന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഇവനെ കൊല്ലാൻ മാത്രമുള്ള ശക്തി ആർക്കാണുള്ളത്? ശിവാനിയെ തൃശൂൽ ഇവിടുന്ന് കൊണ്ടുപോയി. അപ്പോ തൃശൂലായിരിക്കുമോ ഇവനെ കൊന്നുകളഞ്ഞത്? അതെങ്ങനെ സാധിക്കും? ഇല്ല, അവനിൽ അത്രയും ശക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. തൃശൂൽ ഇവനെ കൊന്നു എന്നാണെങ്കിൽ തൃശൂലിന് ആദിശേഷന്റെ ശക്തി തിരികെ ലഭിച്ചോ? തൃശൂലിന് ആദിശേഷന്റെ ശക്തികൾ തിരികെ ലഭിച്ചോ? തൃശൂലിന് ആദിശേഷന്റെ ശക്തികൾ വന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് ശിവാനിയെയും ആദിശേഷനെയും തമ്മിൽ അകറ്റാൻ ഒരിക്കലും സാധിക്കില്ല. ശിവാനിയും ആദിശേഷനും ഒന്നായാൽ എനിക്കവരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ശിവാനിയും ആദിശേഷനും ഒന്നു ചേർന്നാൽ എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കും. ശിവാനി, കുളിച്ച് റെഡിയായിട്ടിങ്ങ് വന്നിരിക്കുകയാണല്ലോ. നിന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കായിരുന്നു. എന്നാ നിനക്ക് വേണ്ടി ആപ്പിളും ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കേ. എനിക്ക് വേണ്ട തൃശൂൽ. ആഹാ, അതുകൊള്ളല്ലോ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ശരി, ഞാൻ തന്നെ മുറിച്ചു തരാം, കഴിക്കേ. അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യാ? പേടിക്കാനൊന്നുമില്ല.
തൃശൂൽ, നീ എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. ആപ്പിള് ഞാൻ തന്നെ കട്ട് ചെയ്തോളാം. നീയും കഴിക്ക് ശിവാനി. എനിക്ക് വേണ്ട തൃശൂൽ. ശരി, ഈ ജ്യൂസെങ്കിലും കുടിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശിവാനി പ്ലീസ് കുടിക്കേ. മഹാദേവ, എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എപ്പോഴും സങ്കടങ്ങൾ മാത്രമല്ലേ എനിക്ക് തരുന്നുള്ളൂ. ഈ ജീവിതത്തിൽ എനിക്ക് ഒരു നിമിഷം പോലും സന്തോഷം കിട്ടിയിട്ടില്ല. വെറും വേദന മാത്രമേ ഉള്ളൂ. തൃശ്ശൂര് വന്ന് ആ ത്രയംബകന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ഗതി എന്താവുമായിരുന്നു? അവൻ ആ ശക്തി എവിടുന്നാ കിട്ടിയത്? ഇല്ല, എന്നെ കൊണ്ട് ഇനി ഒരിക്കലും തൃശ്ശൂര് ചെയ്തു തന്ന സഹായം മറക്കാനേ പറ്റില്ല, മറക്കാനും പാടില്ല. ഇനി എത്ര നാളത്തേക്കായിരിക്കും ഞാൻ ഈ സങ്കടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക? ശിവാനി, നിനക്ക് ഭൂമിയിൽ ഓരോ നിമിഷവും കഷ്ടങ്ങൾ വന്നേക്കാം. നിന്റെ മനസ്സിനെ തളർത്തുന്ന സംഭവങ്ങളും ഉണ്ടായേക്കാം. അപ്പോഴും നീ ധൈര്യം കൈവിടരുത്. നിന്റെ സഹായത്തിന് പരമേശ്വരനുണ്ടാവും. ഇനി വരുന്ന തിങ്കളാഴ്ച എന്നുവെച്ചാൽ ശുദ്ധ ഏകാദശി ദിനം മഹാരുദ്രയാഗം നടത്ത്. നിനക്കും നിന്റെ ആദിശേഷനും നല്ലതു മാത്രം സംഭവിക്കും. എന്നുവെച്ചാ തിങ്കളാഴ്ച ഏകാദശി നാളെയല്ലേ വരുന്നത്? നാളെ തന്നെ ഞാൻ ഈ പൂജ ചെയ്യണം. ചെയ്തേ പറ്റൂ. ഈ പൂജ ഞാൻ ചെയ്തേ പറ്റൂ. തൃശ്ശൂർ എന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം ത്രിവിക്രം എന്റെ അടുത്തൊന്ന് ശരിക്കും മിണ്ടിയിട്ട് പോലുമില്ല. അവൻ പഴയതുപോലെ ആവണം. അവന് നല്ലത് മാത്രം സംഭവിക്കണം. പഴയതെല്ലാം അവൻ ഓർമ്മ വരണം. അതിനുവേണ്ടി ഞാൻ ഈ മഹാരുദ്രയാഗം ചെയ്തേ പറ്റൂ. പിന്നീട് എനിക്കെന്റെ ആദിശേഷനൊപ്പം ജീവിക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും ഒന്നായി നാഗലോകത്ത് നിന്നും നാഗമാണിക്യം മോഷ്ടിച്ചവരെ എല്ലാം ഇല്ലാതാക്കി നാഗമാണിക്യം തിരികെ നാഗലോകത്തേക്ക് തന്നെ കൊണ്ടുപോകും. എത്രയും വേഗം ഞാനും എന്റെ ആദിശേഷനും ഒന്നാകും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കൈലാസേശ്വര, എനിക്ക് വേറെ രൂപത്തിലാകുവാൻ അവകാശം തന്നതിന് ധന്യനായി. എനിക്ക് ഈ രൂപത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. നാഗലോകത്തിന്റെ നന്മയ്ക്കായി, ശിവാനിയുടെ കഷ്ടങ്ങൾ മാറുവാൻ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഭൂമിയിലേക്ക് പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ രൂപമാറ്റം എനിക്ക് ആവശ്യമായിരുന്നു. ഇന്ന് എത്ര നല്ല ദിവസമാണ്! പരമേശ്വരൻ എന്ന മഹാശക്തി സഞ്ചരിക്കുന്ന ദിവസം. ഇന്ന് മഹാരുദ്രയാഗം നടത്തിയാൽ സാക്ഷാൽ പരമേശ്വരന്റെ ശക്തി തന്നെ ലഭിക്കും. കൈലാസേശ്വര, ഇക്കാര്യം ഞാൻ ശിവാനിയോട് പറഞ്ഞിട്ടുണ്ട്. അവളത് മറക്കാതെ നടത്തിക്കഴിഞ്ഞാൽ ആദിശേഷന് പരമേശ്വരന്റെ കടാക്ഷം ലഭിക്കും. ശിവാനിക്ക് ഏത് വിവാഹം കൊണ്ടാണോ ശാപമുണ്ടായത്, അതകന്നുപോയി ആദിശേഷനോടൊപ്പം ചേരുവാനാകും. ആദിശേഷന് പഴയ ഓർമ്മകളെല്ലാം തിരികെ കിട്ടും. നാഗമാണിക്യത്തെക്കുറിച്ചും ഓർമ്മ ലഭിക്കും. നാഗലോകത്തിന്റെ വിളക്കാകും പരമേശ്വര. ഒരു വേള ശിവാനി മഹാരുദ്രയാഗം നടത്തുവാൻ മറന്നുപോയാൽ, ഇല്ല ഇല്ല, ഇക്കാര്യം അവൾക്ക് പകരമായി ഞാനെങ്കിലും ചെയ്തേ മതിയാവൂ. ശിവാനിയെയും ആദിശേഷനെയും ഒരുമിപ്പിച്ചേ മതിയാവൂ.
ഞാൻ തന്നെ മഹാരുദ്രയാഗം നടത്തും. ഞാനതിന് തയ്യാറാണ്. ആദിശേഷനെ നാഗലോകത്തിന് ആവശ്യമുണ്ട്. നാഗലോകത്തിന്റെ ശാപമോചനത്തിനായി ഈ യാഗം നടന്നേ മതിയാവും. അമ്മേ, എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പറയുമോളെ, എന്താ കാര്യം? ഞാനിന്ന് രുദ്രയാഗം നടത്താന്ന് വിചാരിക്കായിരുന്നു. ഇതെന്താ നീ ഇങ്ങനെ പറയുന്നേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്തു പറ്റി? ഇന്ന് തിങ്കളാഴ്ചയല്ലേ അമ്മേ, ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. അതുകൊണ്ട് ശിവപൂജ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഉപവാസമൊക്കെ ഇരിക്കേണ്ടി വരും മോളെ. ഈ സമയത്ത് ഉപവാസമൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നതിന് എനിക്കെന്തോ ഒരു യുക്തി തോന്നുന്നില്ല. അത് ശരിയാടുത്തി. ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പോ ഇങ്ങനൊരു പൂജ ചെയ്യേണ്ട ആവശ്യം എന്താ മോളെ? അത് ഞാൻ പ്രണയിക്കുന്ന ജീവന് നല്ലത് വരാൻ വേണ്ടി, അവരുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാ. പ്രണയിക്കുന്ന ജീവനോ? തൃശ്ശൂലിനെ പറ്റിയാ ശിവാനി പറയുന്നതെന്ന് തോന്നുന്നു കൊച്ചമ്മേ. ഭർത്താവിന്റെ നല്ലതിനു വേണ്ടിയിട്ടാണോ മോളി പൂജ ചെയ്യാൻ പോകുന്നത്? അമ്മേ, ഏടത്തേക്ക് തൃശ്ശൂൽ ബ്രോന്റെ അടുത്ത് എത്ര സ്നേഹമുണ്ടെന്ന് നോക്കിയാ. എന്തൊക്കെയായാലും താലി കെട്ടിയ പുരുഷനല്ലേ, സ്നേഹം എന്തായാലും ഉണ്ടാവും. കൊച്ചമ്മേ, പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ശിവാനി, എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാ നീ തന്നെ പറഞ്ഞ മോളെ. ശരി. നന്ദീശ, ശിവാനിയുടെ എത്ര നല്ല മനസ്സാണെന്ന് നോക്കി. ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി പൂജയും വ്രതവും ഒക്കെ എടുക്കാൻ അവൾക്ക് വലിയ മനസ്സാ. ഇക്കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യൂ ഇങ്ങനെ? സത്യോ കൊച്ചമ്മേ, ശിവാനി ഈ വീടിന്റെ ഐശ്വര്യോ. ആ, അതെ. അച്ഛാ, അമ്മ എവിടെയാ? വീട്ടിൽ പോയി നോക്കി, അവിടെ എങ്ങും ഇല്ല. അമ്മ എവിടേക്കാ പോയേ? അവള് വീട്ടിലില്ല മോനെ. അവളവിടെ ചേട്ടന്റെ വീട്ടിൽ പോയിരിക്കുക. മാമന്റെ വീട്ടിലേക്കോ? എന്തിനാ അവിടേക്ക് പോയേ? ഞാനാ കൊണ്ടുവിട്ടത്. അന്ന് അവക്കൊരു വയ്യായി ഉണ്ടായ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇവിടെ നിന്ന് അവക്ക് ബുദ്ധിമുട്ടാവും. അതുമല്ല, ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ലേ. അതിനിടയ്ക്ക് അവളെ നോക്കാനും സമയം കിട്ടുന്നില്ല. അവളുടെ ചേട്ടന്റെ വീട്ടിലാവുമ്പോ അവളെ നോക്കാൻ അവിടെ ആളുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്തത് നന്നായി അച്ഛാ. അമ്മ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ശിവാനി ഒരുമിച്ചില്ലാത്തത് കണ്ട് വല്ലാതെ വിഷമിച്ചേനെ. അച്ഛാ, ചോദിക്കാൻ മറന്നുപോയി. തീർത്ത് തന്നിരുന്നല്ലോ, അത് അമ്മയ്ക്ക് കൊടുത്തായിരുന്നോ? കൊടുത്തടാ. അത് മാത്രമല്ല, ഞാൻ തന്നെ അത് അവളുടെ ചേട്ടന്റെ വീടിന് ചുറ്റും ഒഴിക്കുകയും ചെയ്തു. അമ്മയുടെ വീടിന്റെ പുറത്തേക്കൊന്നും പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ. എന്താടാ, എന്താ നിനക്കൊരു സംശയം പോലെ? വിശ്വാസമായില്ലേ നിനക്ക്? ഞാൻ അങ്ങനെ എപ്പോഴാ പറഞ്ഞേ? അമ്മയെ എനിക്ക് ഓർമ്മ വന്നു, അത്രേ ഉള്ളൂ. നോക്ക്, അവളെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കും. എന്നിട്ട് ധൈര്യമായിട്ടിരിക്കാൻ പറ. ശരി അച്ഛാ. തൃശ്ശൂർ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തീർത്ഥം കൊണ്ടു തരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഒന്നുമില്ല അച്ഛാ. പിന്നെന്താ ഇങ്ങനെയൊക്കെ? അത് അമ്മ നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് അകലെയല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്തിനും പറ്റുന്നുള്ള പേടിയുള്ളതുകൊണ്ട്. ഇപ്പൊ എന്തായാലും അമ്മയുടെ കയ്യിൽ തീർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് അമ്മ അവിടെ സേഫാണ്, എനിക്ക് സമാധാനമുണ്ട്. അത്രേ ഉള്ളോ? അതോ വേറെന്തെങ്കിലും? വേറെ എന്തുണ്ടാവാൻ അച്ഛാ? വേറെ ഒന്നും ഇല്ലെന്നേ. ഒന്നും ആലോചിക്കാണ്ട് സമാധാനമായിട്ടിരിക്കെ. ഓക്കെ? എന്തായി പറയുന്നേ? ശിവാനി തൃശൂലിന്റെ നന്മയ്ക്ക് വേണ്ടി പൂജ നടത്താൻ അമ്പലത്തിലേക്ക് തിരിച്ചെന്നോ? ആ, ഉള്ളതാ. വീട്ടിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ് ഇതെല്ലാം. അപ്പോ ശിവാനി പൂജ നടത്തി അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പോകുന്നു എന്നാണോ? അവിടെ ശിവാനി ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള പൂജ നടത്തിക്കൊണ്ടിരിക്കുക. നീയോ ഞങ്ങളെ രണ്ടാളെ ഒന്നാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അല്ല, അവര് രണ്ടുപേരും ഒന്നാവുക. മായേ, ഞാൻ ഈ ചോദിക്കുന്നത് നിന്നോടാ. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഞങ്ങളെ ഒന്നാക്കാൻ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യും, പക്ഷേ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അല്ല, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? എപ്പോഴും നീ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കുന്നു. ഇവിടെ നീ എന്റെ സഹായത്തിന് വന്നതാണോ അതോ ഞാൻ നിന്റെ സഹായത്തിന് വന്നതോ? ഇവിടെ ആരാണ് മികച്ചതെന്നതല്ല മുഖ്യം, നമ്മുടെ രണ്ടാളുടെയും കാര്യങ്ങൾ സാധിച്ചെടുക്കണം, അതാണ് മുഖ്യം.
ശരി, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശിവാനി യാതൊരു കാരണവശാലും ഈ പൂജ ചെയ്യാൻ പാടില്ല. അത് നീ തടഞ്ഞേ പറ്റൂ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലേ? ആ ശക്തിയുണ്ട് ഈ ശക്തിയുണ്ടെന്നൊക്കെ വീമ്പ് പറയാറില്ലേ നീ? ഈ കാര്യം നീ തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്റെ ശക്തി കൊണ്ട് തടയാനാവില്ല. എന്താ നിന്റെ ശക്തി ഇവിടെ പ്രവർത്തിക്കില്ലേ? നിന്റെ ദ്വീപിൽ ചെന്നാൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. ശിവാനി ശിവന്റെ എതിരെ ഇരിക്കുമ്പോൾ ഞാൻ അവളെ തടയാൻ പോയാൽ ശിവന്റെ തൃക്കണ്ണ് കൊണ്ട് ഞാൻ ഭസ്മമായി പോകും. എന്നാൽ നീ അത് തടയാൻ പോയാൽ ഒരു സാധാരണ മനുഷ്യനെന്ന പരിഗണനയിൽ നിന്നോട് ക്ഷമിക്കും. ഈ പൂജ തടഞ്ഞതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാ? ശിവാനി തൃശൂലിന്റെ അടുത്തേക്ക് അടുക്കില്ല. നീ ഒരിക്കൽ കൂടി പ്രയത്നിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാവും. നിനക്കവളെ സ്വന്തമാക്കാം. ഇത് സത്യം തന്നെയല്ലേ? ഞാൻ പറയുന്നത് പോലെ ചെയ്യ, എല്ലാം നടക്കും. ശരി, ആ പൂജ ഞാൻ തടഞ്ഞോളാം. പക്ഷെ ശിവാനി എന്റേതായിരിക്കണം. ആദ്യം നീ ആ കാര്യം വേഗം ചെയ്യ. ശിവാനി, നീ പൂജ ചെയ്ത് ആദിശേഷനെ സ്വന്തമാക്കാമെന്ന് കരുതിയല്ലേ? എന്നാൽ ഞാൻ നിന്നെ അതിന് സമ്മതിക്കില്ല. ആദിശേഷനെ നിനക്കൊരിക്കലും കിട്ടില്ല. അവനെ നേടാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അമ്മേ, എന്തിനാ എന്നെ വിളിച്ചത്? അമ്പലത്തിലേക്ക് പോകാൻ മോള് തയ്യാറായിരിക്കാണോ? ആ അമ്മേ, ഞാൻ പറയുന്നത് കൊണ്ട് മോളൊന്നും വിചാരിക്കരുത്. നീ പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം ഞാൻ നമ്മുടെ പൂജാരിയെ ഒന്ന് വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഈ പൂജ വളരെ പ്രയാസമുള്ളതാ. ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാൻ അദ്ദേഹം പറഞ്ഞത്. അമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ശിവാനി, ഈ പൂജ എന്നൊക്കെ പറഞ്ഞ വളരെ ഏകാഗ്രത ആവശ്യമുള്ളതാ. ഒരു തരത്തിലും അതിന് തടസ്സം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായ പിന്നത് വലിയ ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് ഇപ്പം വേണ്ടെന്നാ പറയുന്നത്. എന്ത് തടസ്സം ഉണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല അമ്മേ. പൂജ ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു. രാവിലെ മുതൽ വ്രതം എടുത്തിട്ടുണ്ട്. അല്ല, അതും അമ്മേ, അമ്മ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. പൂജ ഭംഗിയായി നടക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം നന്നായി വരും. അമ്മേ, എന്തുപറ്റി? അവൾ എന്താ പറഞ്ഞ? അമ്പലത്തിൽ പോയി മഹാരുദ്രയാഗം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അവള്. അതിനുവേണ്ടി രാവിലെ മുതൽ വ്രതത്തില്. ഇപ്പൊ അതിന്റെ കാര്യം എന്താ? ഭർത്താവിന്റെ നല്ലതിനു വേണ്ടിയും ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയുള്ള പൂജയാ മോനെ ഇത്. ശിവാനി എനിക്ക് വേണ്ടിയോ? അല്ല അമ്മേ, ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? ഈ കാര്യത്തിലൊക്കെ ആരെങ്കിലും കള്ളം പറയോ മോനെ? എന്ത് ചോദ്യം നീ ചോദിക്കുന്നേ? അതല്ല, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ശിവാനി അവളത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. ഇനി ആരെ കൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. എന്തായാലും നീ ഒന്ന് പോയി സംസാരിച്ചു നോക്ക്. ശരി അമ്മേ, അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവളോട് പോയി സംസാരിച്ചാ പോരെ? ഓക്കെ, ശരി. ശിവാനി, മേ കം ഇൻ? സോറി, ഐ ആം ഓൾറെഡി കെയിം ഇൻ. ഈ ലോകത്തില് നമുക്ക് എന്ത് വേണമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നീ എപ്പോ സംസാരിക്കും, നീ എങ്ങനെ സംസാരിക്കും, അതിനെ കുറിച്ച് മനസ്സിലാക്കാനേ പറ്റില്ലെന്നേ. ഇപ്പൊ എന്താ പറ്റിയത്? നേരെ കാര്യത്തിലേക്ക് വാ. അല്ല, നീ എനിക്ക് വേണ്ടി അമ്പലത്തിലേക്ക് പോയി പൂജ നടത്താൻ പോവല്ലേ?